ഹായ് ഗൈസ്. സോ നമ്മൾ മുമ്പത്തെ സെഷനിൽ പറഞ്ഞിരുന്നു ലൈക്ക് ഡാഷ്ബോർഡ്, പിന്നെ ഒരു എക്സാമ്പിൾ പറയുന്നത് സെറ്റിങ്സ്, പ്രൊഫൈൽ എന്നുള്ള കമ്പോണൻസ് ഒക്കെ വരികയാണെങ്കിൽ എല്ലാം യൂസർ ഓതൻറ്റിക്കേഷനിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഓതൻറ്റിക്കേഷൻ ലോജിക്ക് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് നമ്മൾ എഴുതണമെന്ന് നമ്മൾ പറയുകയും ചെയ്തിരുന്നു. സോ അതിനായിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഹയർ ഓർഡർ കമ്പോണൻ്റാണ് ഉപയോഗിക്കാം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, സോ എന്താണ് ഈ ഹയർ ഓർഡർ കമ്പോണൻസ് എന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡയഗ്രാം കാണിക്കാം. സോ റിയാക്റ്റിൻ്റെ വേർഡിൽ ലൈക്ക് റിയാക്ട് ജേസിൽ നമ്മൾ കോഡ് റിയൂസബിലിറ്റിന് വേണ്ടിയുള്ളൊരു പാറ്റേൺ ആണ് ഹയർ ഓർഡർ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഒരു എക്സിസ്റ്റിംഗ് കമ്പോണൻ്റ് എടുക്കുന്നു, ബേസിക്കലി നമുക്ക് ലോഗിൻ ഫോം എടുക്കാം, അല്ലെങ്കിൽ ഡാഷ്ബോർഡ് എടുക്കാം, എന്തെങ്കിലും ഫോം എടുക്കാം, അതിൽ അധികം ഫങ്ഷനാലിറ്റി ചേർക്കണം എന്നുണ്ടെങ്കിൽ ശേഷം പുതിയ എൻഹാൻസ്ഡ് കമ്പോണൻ്റ് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഹയർ ഓർഡർ കമ്പോണൻസ് ആയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ എന്ന് വെച്ചാൽ ഹയർ കമ്പോണൻറ്റ് പ്ലസ് ഹയർ ഓർഡർ കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കമ്പോണൻറ്റ് കിട്ടും പ്ലസ് അഡീഷണൽ ഫങ്ഷനാലിറ്റി അല്ലെങ്കിൽ അഡീഷണൽ ഡാറ്റ നമുക്ക് കിട്ടും. ഇതുപോലെ നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ കേസിൽ റിക്വയർ ഓത്ത് എന്നൊരു HOC നമ്മുടെ എക്സിസ്റ്റിംഗ് ഡാഷ്ബോർഡ് പോലുള്ള കമ്പോണൻസിലേക്ക് റാപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതിലാണ് നമ്മൾ ഓതൻറ്റിക്കേഷൻ ലോജിക്ക് ആഡ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം നമ്മുടെ കമ്പോണൻറ്റിൽ. ഇപ്പോൾ കുറച്ചുകൂടി ഐഡിയ കിട്ടും എന്താണ് HOC എന്നുള്ളത്. ഓക്കെ, സോ ഞാൻ ഇവിടെ വന്നു, നമ്മുടെ കമ്പോണൻസിൽ ഇനി ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ് ഞാൻ. റിക്വയർ .js എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഞാനിവിടെ ചെറിയ 6 അക്ഷരത്തിൽ തുടങ്ങുന്ന കാരണം വെച്ചാൽ HOC ടെക്നിക്കൽ ഫംഗ്ഷനാണ്, അത് ഒരു കമ്പോണൻ്റോ ക്ലാസ്സോ ഒന്നും അല്ല. അതുകൊണ്ടാണ് ഞാനത് ചെറുതാക്കി സ്മോൾ എന്താ പറയുക ലോവർ കേസിൽ ഞാൻ 6 കൊടുത്തിരിക്കുന്നത് റിക്വയറിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യാം റിയാക്റ്റിൻ്റെ ബേസിക് ഡിപ്പെൻഡൻസ് ഒക്കെ. ഫസ്റ്റ് ഞാൻ ഇമ്പോർട്ട് റിയാക്റ്റ്, പിന്നെ ഞാൻ കമ്പോണൻ്റ് എടുക്കുന്നുണ്ട് ഫ്രം റിയാക്റ്റ്. ഓക്കെ, ഇനി ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു GraphQL ഹെൽപ്പറാണ് നമ്മൾക്ക്. ഇമ്പോർട്ട് GraphQL ഫ്രം റിയാക്റ്റ് അപ്പോളോ നമ്മൾ GraphQLും എടുക്കുന്നു. ഇനി നമ്മൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഇനി ക്വറീസാണ് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ക്വറിയാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഇമ്പോർട്ട് ക്വറി ഫ്രം ക്വറീസ് / കറണ്ട് യൂസർ. അപ്പോൾ ഞാൻ ക്വറിന്ന് മറ്റൊരു കറണ്ട് യൂസർ തന്നെ കൊടുത്തേക്കാം, ഒന്ന് മനസ്സിലാവാനായിട്ട്. നമ്മൾക്ക് ഇത് കറണ്ട് യൂസറിൻ്റെ ക്വറിയാന്നുള്ളത് മനസ്സിലാവാനായിട്ട്. സോ ഇതാണ് നമുക്ക് ആവശ്യമായ ഇമ്പോർട്ട്സ് ഒക്കെ നമ്മൾ എടുക്കുന്നത്. സോ റിയാക്റ്റ് നമ്മൾ കമ്പോണൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റിയാക്റ്റിനെ എടുക്കുന്നു. പിന്നെ GraphQL എന്ന് വെച്ചാൽ അപ്പോളോ ക്വറി കണക്ട് ചെയ്യാനായിട്ട് ഞാൻ GraphQL ഹെൽപ്പർ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഞാൻ ഈ യൂസർ ഓതൻറ്റിക്കേറ്റഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്താ പറയുക കറണ്ട് യൂസർ ക്വറി നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ക്ലാസ് എഴുതാണ്. റിക്വയർ ഓത്ത് എക്സ്റ്റെൻസ് കമ്പോണൻറ്റ്. അതിൽ ഞാൻ ഇപ്പോൾ തൽക്കാലം കമ്പോണൻറ്റ് ഡിഡ് മൗണ്ട് എഴുതാണ്. എന്നിട്ട് ഡിഡ് മൗണ്ടിൻ്റെ ഉള്ളിൽ ഞാൻ ചെക്ക് ചെയ്യാണ് ലൈക്ക് ഈ ക്വറി 2 കാര്യം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫസ്റ്റ് ചെക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ഓതൻറ്റിക്കേറ്റഡ് ആണോ അല്ലയോ എന്നും കൂടി ചെക്ക് ചെയ്യണം. സോ ഞാനിവിടെ ഫസ്റ്റ് ഓതൻറ്റിക്കേറ്റ് അല്ല, ലോഡിങ്. നമ്മൾ API കോൾ വിളിക്കുമ്പോൾ അത് ലോഡിങ് ആണോ, API കോൾ നമുക്ക് ഡാറ്റ കിട്ടിയിട്ടുണ്ടോ ഇല്ല സ്റ്റിൽ വെയിറ്റിംഗ് ആണോ എന്ന് നമ്മൾ കൂടി ചെക്ക് ചെയ്യണം. സോ ഞാൻ ഫസ്റ്റ് ദിസ് ഡോട്ട് props dot data dot loading and this dot props dot data dot user നമ്മൾ കൊടുത്തു. സോ ഇതിൽ നമുക്ക് ചെക്ക് ചെയ്യണം ലോഡിങ് ട്രൂ ആണെങ്കിൽ അല്ല, ലോഡിങ് ഫോൾസ് ആണെങ്കിൽ ഓൾറെഡി ലോഡിങ് ചെയ്ത് കഴിഞ്ഞു. യൂസർ ഉണ്ടോയെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. യൂസർ ഇല്ലെങ്കിൽ ലോഡിങ്ങും അല്ല
ലൈക്ക് നമുക്ക് ഓൾറെഡി ഔട്ട്പുട്ടും കിട്ടി, കറസ്പോണ്ടിങ് യൂസർ നമ്മുടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ഹാഷ് ഹിസ്റ്ററി യൂസ് ചെയ്യുന്നത് റിയാക്ട് റൗട്ടറിൻ്റെ ഡോട്ട് പുഷ്, എന്നിട്ട് ഞാൻ ഇത് /ലോഗിലേക്ക് ഞാൻ റീഡയറക്റ്റ് ചെയ്യുന്നു. സേവ് ചെയ്യാം. ഓക്കെ, സോ ഇതിൻ്റെ ചില കമ്പോണൻറ്റ് ഡെഡ് മോഡിൽ കമ്പോണൻറ്റ് സ്ക്രീൻ റെൻഡർ ആയ ശേഷമാണ് നമ്മുടെ ഇതിലേക്ക് വരിക. സോ ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയി ഇവിടെ. ഞാനിവിടെ റാപ്പപ്പ് ചെയ്യാൻ പറഞ്ഞുപോയി. എക്സ്പോർട്ട് ഡിഫോൾട്ട് ഞാനിപ്പോൾ തൽക്കാലം കൊടുക്കുന്നില്ല. GraphQL നമ്മുടെ കയ്യിൽ കറണ്ട് യൂസർ അല്ലേ, കറണ്ട് യൂസർ, പിന്നെ അത് കഴിഞ്ഞിട്ട് റിക്വയർത്ത് ഞാൻ സേവ് ചെയ്യാം. ഓക്കെ, സോ ഞാനിവിടെ ഇത് കൊടുക്കുന്നില്ല, എന്താ പറയുക, എക്സ്പോർട്ട് ഡിഫോൾട്ടൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ഇത് നമ്മൾ ഇത്രേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ കമ്പോണൻറ്റ് മൗണ്ടിൽ കമ്പോണൻറ്റ് സ്ക്രീനിൽ റെൻഡർ ആയ ശേഷം ഉടനെയാണ് ഈ കമ്പോണൻറ്റ് മൗണ്ടൊക്കെ എക്സിക്യൂട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ഇനീഷ്യലി റെൻഡർ കഴിഞ്ഞ ശേഷം ഇത് എക്സിക്യൂട്ട് ചെയ്യും. സോ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ലോഡിങ്ങിൽ കുറേ ഡാറ്റ എന്ന് വെച്ചാൽ നമ്മൾ എഴുതി കോള് API കോള് നമുക്ക് കഴിഞ്ഞോ, ലൈക്ക് ഡാറ്റ കിട്ടിയോ, ഡാറ്റ കിട്ടിയല്ല API കോളിൻ്റെ API കോൾ ചെയ്ത ശേഷം നമുക്ക് കറസ്പോണ്ടിങ്ങിലി എന്താണ് വന്നിരിക്കുന്നത്, അപ്പോൾ ലോഡിംഗ് ആണോ അല്ല ഡാറ്റ കിട്ടിയെന്നുള്ളത്. സോ നമ്മൾ ഇനീഷ്യലി ചെക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയോ, API കോൾ കംപ്ലീറ്റ് ആയോ എന്ന് ചെക്ക് ചെയ്യുന്നു. പിന്നെ ആ പെർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ യൂസറിൽ ഡാറ്റ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ ഡാറ്റ ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലോഗിനിലേക്ക് പുഷ് ചെയ്യും ആ യൂസറിനെ. ഓക്കെ, എന്നിട്ട് ലോഗിൻ റൗട്ടിലേക്ക് നമ്മൾ അയച്ചിട്ട് അത് ചെയ്യും. പിന്നെ ഇവിടെ നമ്മൾ ലാസ്റ്റ് നമ്മൾ എഴുതിയിരിക്കുന്നത് വെച്ചാൽ ഈ റിക്വയർത്തിന് കമ്പോണൻറ്റ് അപ്പോൾ കുറേയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി എഴുതിയിരിക്കുന്നു. പക്ഷേ എക്സ്പോർട്ട് ഡിഫോൾട്ട് നമ്മളിപ്പോൾ കറൻ്റ്ലി എഴുതിയിട്ടില്ല. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ അടുത്ത വീഡിയോയിലുണ്ടാവും. സോ താങ്ക്സ് ലോട്ട്, ബൈ.